ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. എന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തിപ്പടരണമേ. ആന്തരിക സൗഖ്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട്, ട്രസ്റ്റ് കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ കൺവെൻഷനിലായിരിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനെ സൗഖ്യം ആവശ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരുക്കോ അപ്രിയ അനുഭവങ്ങളോ അപമാനങ്ങളോ ഇല്ലാതെ കടന്നു പോകുന്ന ആരുണ്ട് ഈ ഭൂമിയിൽ? ജീവിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന കപ്പം അതാണെന്ന് തോന്നുന്നു. കടന്നു പോകുന്ന ദുഃഖവും പരുക്കുമൊക്കെ. എന്നിട്ടും ഈ പരുക്കുമായിട്ട് ഇങ്ങനെ അധിക ദൂരം പോകാനായിട്ടുള്ള അവകാശം നമുക്കില്ല. കാരണം നമ്മളിങ്ങനെ കുരിശിനെ ഉറ്റുനോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. കുരിശ് പരുക്കിൻ്റെ അടയാളമെന്നതിനേക്കാൾ കൂടുതലായിട്ട് സൗഖ്യത്തിൻ്റെ സൂചനയാണ്. നെഞ്ചിൽ കുരിശ് രൂപം അണിയുന്നവരും നെറ്റിയിൽ കുരിശ് വരക്കുന്നവരും പള്ളിയുടെ മുഖപ്പിൽ കുരിശിനെ പ്രതിഷ്ഠിച്ചവർക്കുമൊക്കെ അധികകാലം ഇങ്ങനെ ദുഃഖത്തിലും സങ്കടത്തിലുമായിരിക്കാനുള്ള അവകാശമില്ല. വളരെ വ്യക്തമായിട്ട് അവിടുന്ന് പറയുന്ന കണക്ക് തൻ്റെ ക്ഷതങ്ങളാൽ അവിടുന്ന് ഭൂമിയെ സൗഖ്യപ്പെടുത്തി. വേദപുസ്തകം പറയുന്ന കണക്ക്. സൗഖ്യമാണ് സ്വപ്നം, സൗഖ്യമാണ് സങ്കല്പം. ഇതിനേക്കാൾ കുറഞ്ഞ് ഒന്നുകൊണ്ടും തൃപ്തിപ്പെട്ടുകൂടാ. ആ സൗഖ്യത്തിലേക്കുള്ള വീണ്ടു വിചാരങ്ങളായിരുന്നു ഈ കൺവെൻഷൻ്റെ ഒക്കെ കാതലായ ഒരു പ്രതലം എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ ഒരുപക്ഷെ ചേർത്ത് വെക്കാവുന്ന കുറച്ച് വിചാരങ്ങൾ ഈ പ്രഭാതത്തിൽ ഒന്ന് സ്നേഹപൂർവ്വം കാണാമെന്ന് കരുതുക. സൗഖ്യൻ്റെ അവകാശം. നമ്മളിങ്ങനെ സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് ഓപ്ഷണലല്ല, ഒബ്ലിഗേറ്ററിയാണ്.
ഇതാണ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു ഓർമ്മപ്പെടുത്തല്ല. നമ്മളിങ്ങനെ നിശ്ചയമായിട്ടും സൗഖ്യത്തിലായിരിക്കേണ്ട ബാധ്യതയുണ്ട്. അതിങ്ങനെ നമ്മുടെ ഒരു ചോയ്സിൻ്റെ ഭാഗമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല, ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. കുറച്ച് മാനസിക സംഘർഷങ്ങളും സ്ട്രെസ്സും ഒക്കെ ഈ ദിവസങ്ങളിലുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പഴിച്ചിടുന്ന കണക്ക് അതിങ്ങനെ അഴിച്ചിട്ട് വേണം ഞാൻ ഇവിടേക്ക് വരാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് എന്നെ ശ്രദ്ധാപൂർവം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഉത്തരവാദിത്തം പുലർത്താൻ പറ്റില്ല. അപ്പം മുതിർന്നവർ സൗഖ്യത്തിലായിരിക്കുക എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിക്കുകയാണ്, ഇങ്ങനെ ഓപ്ഷണൽ അല്ല, ഒബ്ലിഗേറ്ററിയാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉറ്റവർക്കും ജീവിത പങ്കാളിക്കും കൂട്ടുകാർക്കും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ആ അടിസ്ഥാന സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിലേക്കുള്ള ചില വിചാരങ്ങളെ ഒന്ന് വേഗത്തിൽ വിവേകമുള്ള കേൾവിക്കാരോട് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുക. അതൊരു വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ ഒരു 6 വിചാരങ്ങളാണ് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇങ്ങനെ വേദപുസ്തകത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വചനം ധ്യാനിക്കുക. ലൂക്ക 10:8. എന്താണത്? വിളമ്പിയത് ഭക്ഷിക്കുക. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്തൊക്കെയാണ് എൻ്റെ മേശയിൽ നീ വിളമ്പി വെക്കുന്നൊരു പിടുത്തമില്ല. എല്ലാത്തിനെയും സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം. അത്തരം ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതെ ഇങ്ങനെ മുമ്പോട്ടുള്ള യാത്ര എളുപ്പമല്ല. എൻ്റെ മേശയിൽ നീ എന്താണോ വിളമ്പി വെക്കുന്നത് അതിനെ ഇങ്ങനെ സ്വീകരിക്കാനായിട്ട്, കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ സുവിശേഷ പ്രഘോഷങ്ങളിൽ നിന്ന് അത്ഭുതം എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് മാറ്റിവെക്കാറുണ്ട്. അത്ഭുതങ്ങളിൽ വിശ്വാസക്കുറവുണ്ടായിട്ടൊന്നുമല്ല. വേദപുസ്തകം മാർക്കിൻ്റെ സുവിശേഷം അവസാനിക്കുന്നതിന് ഇങ്ങനെയാണ്: അവൻ അത്ഭുതങ്ങൾ കൊണ്ട് തൻ്റെ പഠനങ്ങളെ സ്ഥിരീകരിച്ചു. പറയുന്ന കാര്യങ്ങൾക്ക് യേശുവുമായി ബന്ധമുണ്ടുള്ളതിൻ്റെ അറ്റസ്റ്റേഷനാണ് അത്ഭുതം. അതുകൊണ്ട് അത്ഭുതത്തിലൊന്നും ഒരു സംശയവും ഇല്ല, തർക്കവും ഇല്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഈ അത്ഭുതം എന്ന് പറയുന്നൊരു പദത്തെ മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം, ഇങ്ങനെ ജീവിതത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാര്യമായ വ്യതിയാനങ്ങളോ മാറ്റങ്ങളോ ഇല്ലാതെ തന്നെ അതിനുള്ളൊരു ഊർജത്തിന് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നമ്മുടെ റിട്രീറ്റ് സെന്ററുകളിലൊക്കെ നടക്കുന്നുണ്ട്, രോഗശാന്തികൾ നടക്കുന്നുണ്ട്. എന്നാലും പൊതുവെ നമ്മൾ നിരീക്ഷിക്കുന്നൊരു കാര്യം, ഒരു ബുദ്ധിക്കുറവുള്ളൊരു കുഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം ഇങ്ങനെ ഒരു സാധാരണ കുട്ടിയായിട്ട് മാറുന്നതായിട്ട് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപൂർവം ചില അനുഭവങ്ങൾ കേൾക്കുന്നുണ്ടാവാം, എന്നാലും പൊതുവേ ഇല്ല. ഓട്ടിസം ഉള്ളൊരു കുഞ്ഞ്, മെൻ്റൽ റിട്ടാർഡായൊരു കുഞ്ഞ്, ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുഞ്ഞൊക്കെ സാധാരണ കുട്ടിയായിട്ട് മാറുന്നു. എന്നിട്ടും ഒരു ചെറിയ റിട്രീറ്റ് സെൻ്ററിൽ നടക്കുന്നൊരു കാര്യം എടുക്കുക. കുറച്ച് പേര് വരുന്നൊരു സ്ഥലം, അവിടെ ഇങ്ങനെ മീരാഹരി എന്ന് പറയുന്ന ദമ്പതികൾ അവരെ മുത്തെന്ന് പറഞ്ഞ കുട്ടിയുമായിട്ട് വരുന്നു. മുത്തിന് ഈ ബുദ്ധിയുടെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ മീരയും ഹരിയും കൂടി മുത്തിൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ. നമ്മുടെ ചങ്ക് വിങ്ങുന്നുണ്ട്. നമുക്കറിയാം, അത്തരം ഒരു കാര്യം സംഭവിച്ചതിൻ്റെ ഒരു ട്രാക്കില്ല. എന്നിട്ടും എന്തോ ചില കാര്യങ്ങൾക്കകത്ത് ഒരു പ്രകാശം കിട്ടുന്നുണ്ട്. 5 ദിവസം ഇരുന്ന് ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാഷണത്തിന് വന്ന വൈദികൻ പറയുന്നു: ദൈവത്തിൻ്റെ കൈവശം ഒരു കുഞ്ഞുണ്ടായിരുന്നു, ബുദ്ധിക്കുറവുള്ളൊരു കുഞ്ഞ്. ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞെന്നാൽ അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ അവിടെ നിന്ന് ഇങ്ങനെ ഭൂമി മുഴുവൻ തപ്പി. എന്നിട്ട് ഒരു മീരയും ഹരിയും കണ്ടു, അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മീരയുടെ കണ്ണ് പതുക്കെ ഒന്ന് തുളുമ്പി വരുന്നുണ്ട്. മിഴിയൊന്ന് തുടച്ചിട്ട് മീരയും പറഞ്ഞു: പ്രൈസ് ദി ലോർഡ്. സന്ധ്യയിൽ
ഹരിയോടൊപ്പം ഇരിക്കുമ്പോൾ മീര പറഞ്ഞു, ഹരിയേട്ട, നമ്മുടെ ഈ വാവയെ വേറെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർ ആ കുഞ്ഞിനെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചേനെ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞേനെ. നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാമെന്ന് അവിടത്തേക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് തന്നെ തന്നല്ല. ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ കൂടി എൻ്റെ അടുത്ത് നിൽക്കണം. എങ്ങനെയാണ് മീരയും ഹരിയും കൂടി പോകുന്നത്? ഈ മുത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു പോവുകയാണ്. ഇതാദ്യമായിട്ട് അവർക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി. സ്പെഷ്യൽ ചൈൽഡ്, സ്പെഷ്യൽ ചൈൽഡ്. ഇത്രയും കാലം അവർ വിചാരിച്ചു എന്തെങ്കിലും കുഴപ്പമോ കുറവോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സാങ്കേതിക പദമായിരുന്നു അതെന്ന്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, പ്രത്യേക പരിഗണനയും ശ്രദ്ധയും സ്നേഹവും നൽകാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ള ഒരു പേരാണ് സ്പെഷ്യൽ. നിങ്ങൾക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു സഹോദരനുണ്ടെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ ബ്രദർ. സദാ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടുകാരി ഉണ്ടെങ്കിൽ, ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ യു ഹാവ് എ സ്പെഷ്യൽ പാർട്ട്ണർ. തള്ളി മാറ്റാൻ ശ്രമിച്ചതിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നൊരു വല്ലാത്തൊരു അത്ഭുതമുണ്ട്. എനിക്ക് വേണ്ടിയുള്ള അനുഭവങ്ങളെ കുറെ കൂടി കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക. ഞാൻ ദിവസങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയാലും ലൂക്കാ 10:8 ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്, വിളമ്പിയത് ഭക്ഷിക്കുക. പരിഹാരമില്ലാത്ത കുറെ അധികം അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അവയെ സ്വീകരിക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക. ഉറ്റവരുടെ വിയോഗം, കടന്നുപോയ അപമാനം, സംഭവിച്ച പ്രലോഭനങ്ങൾ, പെട്ടുപോയ കെണികൾ, ഒന്നും പരിഹാരമില്ല വാസ്തവത്തിൽ. കൂടെ പാർക്കുന്നവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, ഇതിനെ സ്വീകരിക്കാനായിട്ട് ഒന്ന് മനസ്സിനെ ബലപ്പെടുത്തുക. അതിൻ്റെ ഏറ്റവും ബേസിക്കാണ്. അത് കാണാതെ നമുക്ക് മുമ്പോട്ട് പോകുക എന്നുള്ള അസാധ്യമാണ്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത് പൗലോസ് ലീഗയാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഉള്ളിൽ ഒരു മുള്ളുണ്ട്. കാത്തലിക് ബൈബിളിനകത്ത് മുള്ളെന്നാണ് പറയുന്നത്. സത്യവേദ പുസ്തകത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ശൂലം എന്നാണ്. എൻ്റെ ശരീരത്തിലൊരു ശൂലം ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വലിയൊരു സമൂഹം, ആ സമൂഹത്തെ ഒന്ന് സ്നേഹപൂർവ്വം ചലഞ്ച് ചെയ്യുകയാണ്. ഈ കൂട്ടത്തിൽ ചങ്കിലും ഉള്ളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് എഴുന്നേൽക്കാവോ? ഒരാളും ഉണ്ടാവില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു പൊതുവിവേകം മതി. ഒരാളും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന എനിക്ക് ഇരിക്കാനായിട്ട് നിങ്ങളൊരു കസര കണ്ടെത്തിയും വേണം. എല്ലാവരുടെയും ചെങ്കിലും മുള്ളുണ്ട്. എന്നിട്ട് ഈ മുള്ളെടുത്ത് മാറ്റാനായിട്ട് അയാളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാവർത്തി എന്നാണ് വേദപുസ്തകം പറയുന്നത്. മൂന്നാവർത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ വേദപുസ്തകത്തിൽ എന്തും കംപ്ലീറ്റ് ആക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് മൂന്നാവർത്തി. അതൊരു ശൈലി കൂടിയാണ്. മൂന്നാവർത്തി പ്രാർത്ഥിച്ചു, മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞു, മൂന്നാവർത്തി ഏറ്റുപറഞ്ഞു. സ്വർഗത്തിൽ ഇങ്ങനെ മൂന്നാവർത്തി പരിശുദ്ധൻ 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 കേൾക്കുന്നു. കംപ്ലീറ്റ് ആവുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പൂർണ്ണമായൊരു പ്രാർത്ഥന, പെർഫെക്റ്റ് പ്രെയർ ഈ മനുഷ്യൻ നടത്തിയാണ്. എന്നിട്ട് അത്രയും സമ്പൂർണമായൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം അയാളോട് പറഞ്ഞു, ആ മുള്ള് അവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ഇതാണ് 1-ാം പാഠത്തിലെ 1-ാമത്തെ വിചാരം. ആ മുള്ള അവിടെ ഇരുന്നു കൊള്ളട്ടെ. ചില മുള്ളുകളുമായിട്ട് നടന്നു പോകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ പാഠം. ആ മുള്ള അവിടെ ഇരുന്നു കൊള്ളട്ടെ. അപ്പോൾ വരാവുന്ന ഒരു കുഞ്ഞു സംശയം ഇത്രയേ ഉള്ളൂ. മുള്ളുകളൊക്കെ അതേപടി സ്വീകരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചിട്ട്? നമ്മൾ യേശുവിലേക്ക് തന്നെ ചെല്ലണം. യേശുവിൻ്റെ പ്രാർത്ഥനയിലേക്ക് തന്നെ. യേശു ഒരിക്കൽ മാത്രമേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ, ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ. രക്തം വിയർത്ത് പ്രാർത്ഥിച്ചെന്ന വേദപുസ്തകം പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇൻറ്റൻസ് പ്രയർ, രോമകൂപങ്ങളിൽ നിന്ന് രക്തം കിനിയുന്ന വിധത്തിൽ പ്രാർത്ഥിച്ചു എന്ന് വായിച്ചാൽ നല്ലതാണ്. സോ ഇൻറ്റൻസ് എ പ്രയർ. എന്നിട്ടും വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്, അയാളുടെ പാനപാത്രം എടുത്ത് മാറ്റപ്പെട്ടില്ല. പിന്നെ എന്താണ് പ്രാർത്ഥനയുടെ ഫലം, ഫലശ്രുതി?
അടുത്തൊരു വരി കിടപ്പുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ട് അവനെ ബലപ്പെടുത്തി. ഇത് തന്നെയാണ് പ്രധാനം. മുമ്പോട്ട് പോകാനായിട്ട് എവിടെ നിന്ന് ഇത്തിരി ഒരു ബലം കിട്ടുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിട്ട് അവനെ ബലപ്പെടുത്തി. മരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ മരിച്ചില്ല. ഭ്രാന്ത് പിടിക്കുമെന്ന് നമ്മൾ ഭയന്നിട്ട് നമുക്ക് ഭ്രാന്ത് പിടിച്ചില്ല. ജീവിതം വീണ്ടും അതിൻ്റെ ഒരു താളം വീണ്ടെടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ട് അവനെ ബലപ്പെടുത്തി. ഒന്ന്, ഈ വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എൻ്റെ മേശയിൽ വിളമ്പി വെച്ചതെന്നൊരു പിടുത്തമില്ല. എന്ത് വിളമ്പിയാലും അതിനെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. ഒന്നതാണ്. ഇനി നമുക്ക് കുരിശിലേക്ക് തന്നെ ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കുരിശ് സൗഖ്യത്തിൻ്റെ അടയാളമാണെന്ന് നമുക്കറിയാം. ആ സൗഖ്യത്തിൻ്റെ അടയാളത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരങ്ങളിലെ അടുത്തൊരു വിചാരമെന്ന് പറയുന്നത്, ഈ കുരിശ് വെച്ച് നീട്ടുന്ന സൗഖ്യമായിട്ടുള്ളൊരു വിചാരം എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുക എന്നുള്ള രണ്ടാം പാഠം. തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ്. മിക്കവാറും നമ്മളുടെ ഈ മുള്ളുകൾക്ക് പിന്നിൽ ആരുടെ ഒരു സ്നേഹരാഹിത്യത്തിൻ്റെ കഥയുണ്ട്. ഭൂമിയിൽ മുള്ള് ഉണ്ടായതിനെ കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്. ആദിയിലും മുള്ളില്ലായിരുന്നു. പിന്നീടാണ് ഈ സഹോദരനെ കൊലപ്പെടുത്തിയതിന് ശേഷം പറയുന്ന വാക്കാണ്, ഇനി മുതൽ ഇങ്ങനെ നീ വിതച്ചു കഴിയുമ്പോൾ മുള്ളുണ്ടാവും. സ്നേഹക്കുറവിൽ നിന്നും ചതികളിൽ നിന്നും ഒക്കെയാണ് ഈ മുള്ളുണ്ടാവുക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു വിചാരം അതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമാനുഭവങ്ങൾ നൽകിയവർക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റുമോ? തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ്. ഈ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് മനുഷ്യരെ പ്രതികൂട്ടി നിർത്തിയാണ്. എന്നിട്ട് നമ്മൾ അവർക്കെതിരായിട്ടുള്ള വക്കീലായിട്ട് മാറുന്നു. അവർക്ക് വേണ്ടി എന്തെങ്കിലും കൂടി ചിന്തിച്ചാൽ നല്ലതാണ്. കുരിശിൽ യേശു ചെയ്തത് അത് തന്നെയാണ്. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. അവരുടെ അജ്ഞത കൊണ്ടാണ് ചെയ്തത്. ഈ ഒരു പ്രത്യേക കാര്യം എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പരിക്ക് തരുമെന്നും എന്നെ എന്തുമാത്രം ഉലയ്ക്കുമെന്നും തകർക്കുമെന്നും അവർക്കൊരു ധാരണയില്ലായിരുന്നു. ഒന്നങ്ങനെ ചിന്തിച്ചാൽ നല്ലതല്ലേ? നമുക്കറിയത്തില്ലല്ലോ എന്തിലൂടെയൊക്കെയാണ് അവർ കടന്നു പോയെന്ന്, എന്തൊക്കെ സമ്മർദ്ദങ്ങളായിരുന്നു അവരുടേതെന്ന്, എന്തൊക്കെ ആശങ്കകളായിരുന്നു അവർ കൊണ്ട് നടന്നതെന്ന്. അപ്പോൾ ഒരു രണ്ടാം പാഠം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അവരിന് വേണ്ടി കുറെ കൂടി ഗുണപരമായിട്ട് ചിന്തിക്കുക. തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ഒരാളിങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു, അയാളുടെ തോട്ടത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു. പൂക്കളെ ചവിട്ടി മെതിക്കുന്നു, ക്രീപ്പറെ ചവിട്ടി മെതിക്കുന്നു, ലോണിനെ ചവിട്ടി മെതിക്കുന്നു. സഹിച്ചില്ലേ മനുഷ്യന്? ചാടി പുറത്ത് കടന്നു. പുറകിലൂടെ ചെന്നിട്ട് അയാളെ കോളറെ പിടിച്ച് വലിച്ച അയാളെ പാതയോരത്തേക്ക് ഇട്ടു. പെട്ടെന്ന് അറിയാതെ ഈ മനുഷ്യൻ കൈവിട്ടു പോയി. കാരണം ഇയാൾ പൂക്കളെയും വള്ളികളെയും ഒക്കെ ചവിട്ടി മെതിക്കുന്ന ഇയാൾ അന്ധനായിരുന്നു. അയാൾ എങ്ങനെ ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ചതാണ്? പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെ ഈ പൂക്കളെയൊക്കെ ചവിട്ടി മെതിച്ച് പോയതാണ്. അയാൾ പിന്നീട് അയാളുടെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, മക്കളെ, നമ്മുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷമൊന്നും വേണ്ട. അവർ ഒരു പക്ഷെ അന്ധരായിരിക്കും. മേ ബി ദേ ആർ ബ്ലൈൻഡ്. സൽപ്പേരിൻ്റെ പൂന്തോട്ടം നശിപ്പിച്ചവര്, കൗമാരശുദ്ധിയുടെ പൂന്തോട്ടം നശിപ്പിച്ചവര്, ആൽക്കഹോളിക്കായിട്ടുള്ളൊരു പിതാവാണ് അപ്പയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഗാർഹിക സ്വപ്നങ്ങളുടെ പൂന്തോട്ടം നശിപ്പിച്ചവര്, സദാ സംശയിക്കുന്ന ഒരു പുരുഷനെയാണ് ജീവിത പങ്കാളിയായിട്ട് കിട്ടിയെങ്കിൽ ഇങ്ങനെ ദാമ്പത്യ സ്വപ്നങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിച്ചവര്, ഇവരൊക്കെ അന്ധരായിരിക്കും. വരാവുന്ന കുഞ്ഞു പ്രശ്നം ഇത്രയേ ഉള്ളൂ. നല്ല പഠിപ്പും ബുദ്ധിയും ബോധവും എല്ലാ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുന്ന മനുഷ്യർക്ക് എന്തജ്ഞതയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം ആ അജ്ഞത എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഈ ചെയ്ത കാര്യങ്ങളുടെ അജ്ഞതയല്ല, ചെയ്ത കാര്യങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ള അജ്ഞത. വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദാറ്റ്? ക്ലാസിക് എക്സാമ്പിള് ഇങ്ങനെ യൂദാസ് തന്നെയാണ്. ഒറ്റ കൊടുക്കുന്നവരെ അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഒറ്റ കൊടുത്ത ഈ മനുഷ്യ പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളത് അയാളുടെ ഒരു ഭാവനയിലും പെടുന്നില്ല. അയാൾ ഒരു സങ്കല്പത്തിനകത്തും വിധേയപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ
തനിക്ക് ലഭിച്ച വെള്ളിനാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അയാളിങ്ങനെ കെട്ടിഞ്ഞാന്ന് ചാകുന്നത്? അപ്പൊ ഇതൊരു സെക്കൻഡ് ഫേസിൽ പിടുത്തമില്ല. അതുവരെ നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? 80 വയസ്സ് കഴിയുന്ന ഒരു അമ്മ കാണാനായിട്ട് വന്നു. അവരൊരു കാലത്ത് വലിയൊരു സ്പോർട്സ് താരമായിരുന്നു, കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു, ബാസ്കറ്റ്ബോൾ കളിക്കാരിയായിരുന്നു. അവർക്കൊരു ബുദ്ധിമുട്ട്, ദുര്യോഗം ജീവിതത്തിലുണ്ടായി. കളിക്കാനായിട്ട് വടക്കേന്ത്യയിൽ പോയ ഒരു സമയത്ത് ഇങ്ങനെ കാല് തന്നെ വീണ് അവർക്ക് വലിയ ഇങ്ങനെ രക്തസ്രാവം ഉണ്ടായി, ബ്ലീഡിങ് ഉണ്ടായി. അവരെ രക്ഷിക്കാനുള്ളൊരു തത്രപ്പാടിൻ്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് എടുത്തൊരു തീരുമാനം അവരെ ഗർഭപാത്രം എടുത്തു മാറ്റുക എന്നുള്ളതായിരുന്നു. ഇന്ന് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കൺസർവ് ചെയ്യാവുന്ന ഒരു കാര്യത്തിൻ്റെ മീതെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ആദ്യത്തെ ഒരു ഡിസിഷൻ. കുഞ്ഞുങ്ങൾ സ്വപ്നം കാണുന്ന, കുടുംബജീവിതം സ്വപ്നം കാണുന്നൊരു 20 വയസ്സ് 22 വയസ്സുള്ളൊരു പെൺകുട്ടിയെ അതെന്തുമാത്രം തകർത്തുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ തിരിച്ചു വന്ന് തൻ്റെ വീട്ടിൽ വിശ്രമിക്കുന്ന ദിവസങ്ങളിലൊന്നിൽ അവരുടെ അച്ഛൻ പെങ്ങൾ അവരെ കാണാനായിട്ട് വന്നു, അമ്മായി അവരെ കാണാനായിട്ട് വന്നു. എന്നിട്ട് ഈ ചെറിയ പെൺകുട്ടിയോട് പറഞ്ഞു, ഇതേതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. ഇത് പറയുന്നത് 60 വർഷം മുമ്പ്. അമ്മ കാണാൻ വരുമ്പോൾ അമ്മയ്ക്ക് ഒരു 82 വയസ്സെങ്കിലും ഉണ്ടാവും. എന്നിട്ടും 60 വർഷം മുമ്പുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഈ സ്ത്രീ വല്യമായി നിലവിളിക്കുന്നു. ആരോ പറഞ്ഞ ഒരു പാഴ്വാക്കിന് മീതെ 60 വർഷത്തിന് ശേഷവും ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയുന്നു. ഇതാണ് അജ്ഞത. നമ്മുടെ കൈപ്പിഴകൾക്ക് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു? ആ അജ്ഞതയിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കാനായിട്ടാണ് യേശു പറയണത്, ദേ ഡു നോട്ട് നോ, ദേ ഡു നോട്ട് നോ. രണ്ടാമത്തെ ഒരു വിചാരം അത് തന്നെയാണ്, ഇങ്ങനെ തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം നൽകിയവർക്ക് അവരുടേതായ സമ്മർദ്ദങ്ങളും കാരണങ്ങളും ഉണ്ടാവാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു ധൈര്യമായിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി ചിന്തിച്ചെങ്കിലും തുടങ്ങേണ്ട ബാധ്യതയുണ്ട്. രണ്ടതാണ്. മൂന്നാമതായിട്ട് ഇങ്ങനെ മുറിവിനെ തിരുമുറിവാക്കുക എന്ന് പറയുന്ന ഒരു വിചാരമുണ്ട്. നമുക്കിതിനെ കുറെ കൂടി സൃഷ്ടിപരമാക്കണം. യെശയ്യായുടെ പുസ്തകത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, നിന്റെ വാളിനെ കലപ്പയാക്കുക. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള എല്ലാ വ്രണിതാനുഭവങ്ങളെയും കലപ്പയാക്കാൻ പറ്റും, സൃഷ്ടിപരമാക്കാൻ പറ്റും. ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുന്നത് കൊണ്ട് നിങ്ങൾക്കിങ്ങനെ ആരെയും ഒറ്റപ്പെടുത്താതെ ജീവിക്കാൻ പറ്റുന്നിരിക്കും. അപമാനത്തിൻ്റെ നുകം കൊണ്ട് നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരാളെയും പരിഹസിക്കാതെ ജീവിക്കാൻ പറ്റുന്നിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഭേദപ്പെട്ട മനുഷ്യരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത വരുന്നത്. അവനവൻ്റെ വാളിനെ കലപ്പയാക്കുക എന്നുള്ള ഒരു മൂന്നാം പാഠം. എന്ത് നല്ല വാക്കാണത്, നിങ്ങളുടെ വാളുകളെ ഞാൻ കലപ്പയാക്കും. വാളിങ്ങനെ ചോരപ്പൊടിയാനും ഹിംസിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. എന്നാൽ അതേ കാര്യം തന്നെ ഇങ്ങനെ കലപ്പയായിട്ട് മാറുന്നു, കൺസ്ട്രക്റ്റീവായിട്ട് മാറുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു വ്രണിതാനുഭവത്തിലൂടെ കടന്നു പോയ നിങ്ങൾക്ക് ഒരു സ്നേഹശാഠ്യം ഉണ്ടാവണം. സമാനമായ അനുഭവം ഒരാൾക്കും വെച്ച് മാറില്ല. ഏറ്റവും ലളിതമായൊരു ഉദാഹരണം, വിവാഹം കഴിച്ച് ഒരു പഴയ തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എത്തിയ വീടിനകത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ട്, ഇല്ലോസിൽ നിന്നൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കയ്പ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മകൻ വിവാഹിതനാകുമ്പോൾ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയോട് ഇങ്ങനെ വല്ലാത്ത സുരക്ഷിതത്വം കൊടുക്കുക. അവളുടെ ഇങ്ങനെ അമ്മ തന്നെ ആയിട്ട് മാറുക. ഇതിന് വിളിക്കുന്ന വാക്കാണ് ഇങ്ങനെ മുറിവിനെ തിരുമുറിവാക്കുക. അവനവൻ്റെ ആ പരിക്കുകളെ കുറെ കൂടി സൃഷ്ടിപരമാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ദൂതുണ്ട്. ചെറുപ്പത്തിൽ നിങ്ങൾ പട്ടിണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ രാജകുമാരന്മാർ വളർത്തുന്നതൊക്കെ വളർത്തുക. അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക, ഏറ്റവും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഇങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ ഉള്ളിലെ വാളിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കലപ്പയാക്കി മാറ്റേണ്ടത്. അതങ്ങനെ ഒരു മൂന്നാം പാഠമുണ്ട്. നാലാമതായിട്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ സഹിക്കുന്നത് ശരീരത്തിലാണ്. വി ആർ സഫറിങ് ഇൻ അവർ ബോഡി. അതിങ്ങനെ ഒരു വളരെ വിഷമം പിടിച്ചൊരു കണ്ടെത്തലാണ്.
പണ്ടൊക്കെ മനുഷ്യർ വിചാരിച്ചിരുന്നു മനുഷ്യന് ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ മനസ്സിലായി മനുഷ്യന് ശരീരവും മനസ്സും ഉണ്ടെന്ന്. ഇപ്പം പിടുത്തം കിട്ടുന്ന കാര്യം മനുഷ്യന് മനസ്സ് മാത്രമാണ്. നമ്മൾ വെറുതെ മൈൻഡ് മാത്രമാണ്. നമ്മൾ സഹിക്കുന്നതൊക്കെ ഇങ്ങനെ ശരീരത്തിലാണ്. ശരീരം മാത്രം ഇങ്ങനെ കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് വിഷമമില്ലെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ശരീരം പറയുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് സങ്കടമില്ലെന്ന് പറയുമ്പോഴും, നിങ്ങൾക്ക് ക്ഷോഭമില്ലെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ശരീരം പറയുന്നുണ്ട് നിങ്ങൾ ക്ഷോഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ബെയർ ചെയ്യണത് ശരീരമാണ്. കുരിശ് യേശുവിൻ്റെ ആന്തരിക സങ്കടങ്ങളുടെയും മാനസികമായ സമ്മർദ്ദങ്ങളുടെയും ഒക്കെ ഒരു ഇടം തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും അവൻ്റെ ശാരീരികമായ ക്ലേശങ്ങൾക്കകത്താണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവൻ ശരീരത്തിൽ സഹിച്ചു. വി ആർ സഫറിങ് ഇൻ അവർ ബോഡി. എന്തിനാണ് ഇത്രയും ബോധപൂർവം ഇങ്ങനെ ഇത് സഹനം ശരീരത്തിൻ്റെതാണെന്ന് പറയുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. ശരീരത്തിൽ സഹിക്കാനായിട്ട് ആരും ആഗ്രഹിക്കണില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുരിങ്ങയുടെ ഒരു നാര് നിങ്ങളുടെ ഗമ്മിൽ ഉടക്കിയാൽ പോലും, പല്ലിനിടയിൽ ഉടക്കിയാൽ പോലും അതിങ്ങനെ എടുത്തു കളയുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. പലപ്പോഴും പല സങ്കടങ്ങളും മനസ്സിൻ്റെതാണെന്ന് വിചാരിച്ച് നമ്മൾ നീട്ടിക്കൊണ്ട് പോവുകയാണ്. വി ആർ സഫറിങ് ഇൻ അവർ ബോഡി. നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണെന്നുള്ളതാണ് ഒരു നാലാമത്തെ വിചാരം. അഞ്ചാമതായിട്ട് ഇങ്ങനെ നമ്മുടെ ഇത്തരം വിചാരങ്ങളും അറിവുകളും നമ്മളെ സഹായിക്കുന്നില്ല എന്ന ഒരു നിസ്സഹായത ഏറ്റു പറയുകയാണ് അഞ്ചാം പാഠം.